സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കുവാനാ, എന്നെ ഉപയോഗിക്കുവാനാ. പരിശുദ്ധ ത്രിത്വം, സ്വർഗത്തിൽ എത്തിയ വിശുദ്ധാത്മാക്കൾ, നാമകരണം ചെയ്യപ്പെട്ടവർ മാത്രമല്ല, സ്വർഗത്തിൽ എത്തിയ വിശുദ്ധാത്മാക്കൾ, എല്ലാ മാലാഖമാർ, കൂദാശ ജീവൻ, തിരുവചനം, ഇതെല്ലാം കൂടി അടങ്ങിയ സഭയുടെ ആന്തരികത, ഇതിനാണ് പരിശുദ്ധ കത്തോലിക്ക സഭയെന്ന് പറയുക. ഇതിൽ കറയില്ല, കുറവില്ല, മാലിന്യമില്ല, വീഴ്ചയില്ല, പരാജയമില്ല. എന്നാൽ സഭയുടെ ബാഹ്യതലം അതെന്താണെന്നറിയോ? മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, ധ്യാനകേന്ദ്രങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടിയ ബാഹ്യതലം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ബാഹ്യതലത്തിൽ കുറവുകളുമുണ്ട്, വീഴ്ചകളുമുണ്ട്, പരാജയങ്ങളുമുണ്ട്. ഈ ബാഹ്യതലത്തിലുള്ള ഈ സഭയുടെ ഈ ഓരോ മുറിവും, ഓരോ കുറവും, ഓരോ വൈകല്യവും, അതിലുള്ള കറയും സഭയുടെ ആന്തരികതയ്ക്ക് കുറവ് വരുത്തുന്നില്ല. അപ്പം നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടത്, ഉൾക്കൊണ്ടത് സഭയുടെ ആന്തരികതയാണ്. സഭയുടെ ആന്തരികത ഉൾക്കൊള്ളാതെ ബാഹ്യതലത്തെ ഉൾക്കൊണ്ടാൽ കോശിയായി പോകും. സഭയുടെ ബാഹ്യതലത്തെ നോക്കിയിട്ട് അവിടെ ഒരു അച്ഛന് തെറ്റുപറ്റി, ഇവിടെ ഒരു കന്യാസ്ത്രീ വീണുപോയി, അവിടെ ഒരു മെത്രാന് തെറ്റുപറ്റി, മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു, ദേ കിടക്കുന്നു ചട്ടിക്കലു, സഭയെ തള്ളി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സഭയെ സ്നേഹിക്കാൻ പഠിക്കണം. സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഭയിലെ അംഗങ്ങളെ സ്നേഹിക്കൽ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. സഭയെ ആത്മാവിൻ്റെ അംശമാക്കി മാറ്റിയിട്ട് സഭയുടെ ആന്തരികതയെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കത്തുന്ന വിളക്കാക്കി മാറ്റിയിട്ട് ആ വിളക്കിൻ്റെ ശോഭയിലും ചൂടിലുമാണ് നമ്മൾ ബാഹ്യതലത്തിലുള്ള വ്യക്തികളെയും സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ സ്നേഹിച്ച് സ്വീകരിക്കേണ്ടത്. ആരോടെങ്കിലും കരുണ കാണിക്കാൻ പറ്റും. അധികാരികൾക്ക് തെറ്റുപറ്റിയാലും അധികാരിയായി ഈശോയ്ക്ക് തെറ്റുപറ്റുന്നത് സത്യമായിട്ടും വിശ്വസിക്കണം. ചെറിയ അജഗണമയെ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് സംപ്രീതനായിരിക്കുന്നല്ലേ ഈശോ പറഞ്ഞത്. ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരിക്കുകയുള്ളൂ, 100% വിശ്വസത പുലർത്തുന്നവരെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടരുത്. എല്ലാവരും അങ്ങോട്ട് പോകുന്നു, എല്ലാവരും ഇത് ശരിയാന്ന് പറയുന്നു, അല്ലെ ഭൂരിപക്ഷം പേര് അങ്ങനെ പറയുന്നു. ഭൂരിപക്ഷത്തിൻ്റെ കൂടെ പോകാനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷമല്ല, യൂനാനിമസ് ആണ് പറഞ്ഞത്, യേശുവിനെ വേണ്ട ബറാബാസിനെ മതിയെന്ന്. അപ്പം ഭൂരിപക്ഷം ശരിയാണോ? യൂനാനിമസ് ആയിട്ട് പോലും, ഐക്യകണ്ഠേന പറഞ്ഞിട്ട് പോലും പാപത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നതാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭൂരിഭാഗം പറയുന്നത് എങ്ങനെ ശരിയാകും? അപ്പോൾ പാപികളുടെ കൂട്ടായ്മയിൽ ഭൂരിഭാഗം നിശ്ചയിക്കാൻ പറ്റില്ല. പാപികളും കൂടി അടങ്ങുന്ന തിരുസഭയിൽ ഭൂരിഭാഗത്തിന്റെ ഇഷ്ടമനുസരിച്ച് പോകാൻ പറ്റില്ല. സഭയുടെ അടിസ്ഥാന വെളിപാടുകൾ, നിറവുള്ള സത്യങ്ങൾ മുറുകെ പിടിക്കുന്നവരുടെ ന്യൂനപക്ഷമുണ്ടെങ്കിലും അത് ചെറിയ അജഗണമാണ്, അത് പരാജയപ്പെടുകയില്ല. യേശുവിൻ്റെ ദാസർക്കൊരിക്കലും പരാജയം വരില്ല. ചെറിയ അജഗണമേ ഭയപ്പെടരുത്. ഭൂരിഭാഗത്തിന്റെ പുറകെ ജയ് വിളിക്കാൻ ഓടേണ്ടവരല്ല നമ്മള്. ഹല്ലേലൂയ. 2 കൈ ഉയർത്തിയ തമ്പുരാന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. യേശുവേ, വെളിപാടിന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പാപത്തിന്റെ എല്ലാ ചെളികൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കണമേ. യേശുവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം യേശുക്രിസ്തുവിലായിരിക്കുന്ന, യേശുവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന, പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, തീ പിടിച്ച, കാട്ടുതീ പിടിച്ചവരല്ല കേട്ടോ. കാട്ടുതീ ഓർക്കുന്നുണ്ടോ? ചിലക്ക് കാട്ടുതീ പിടിക്കും. 12 അപ്പോസ്തലന്മാർ, ഒരാൾ തൂങ്ങി ചത്തു, 11 പേര് തൂങ്ങി ചത്തില്ല. ആ 11 പേര് പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകളെ കൂടി ഇന്ന് നമ്മൾ കാണുന്ന സഭയുടെ അടിത്തറയൊക്കെ തമ്പുരാൻ പണിതെടുത്തത്. പക്ഷേ കുറേ പേര് തൂങ്ങിയ യൂദാസിൻ്റെ ശവം നോക്കിയിരിക്കുക. ഈ തൂങ്ങിയ യൂദാസിൻ്റെ ശവം നോക്കിയിരിക്കുക. കുറേ കഴിയുമ്പോൾ ശവം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ തൂങ്ങിയ കയറെ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം തൂങ്ങിയ മരത്തിൻ്റെ കൊമ്പായി.
അവസാനം തൂങ്ങിയ മരത്തിൻ്റെ കൊമ്പിൽ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കർത്താവ്, ഇനി ഇവിടെ ആരും തൂങ്ങാൻ വരാതിരിക്കട്ടെ. അങ്ങനെ തൂങ്ങി മരിച്ചവരുടെ ശവത്തെ തൂങ്ങിയും തൂങ്ങിക്കിടക്കുന്ന ശവം തൂങ്ങിയ മരത്തിൻ്റെ കൊമ്പേ തൂങ്ങി കുറേ പേര് ലോകത്ത് നടപ്പുണ്ട്. സഭയെ സ്നേഹിക്കുന്നവര്, സഭയിലെ ആരെങ്കിലും ഒരാൾക്ക് തെറ്റുപറ്റിയാൽ സഭയെ തള്ളിപ്പറയാൻ കാരണം ആന്തരിക സഭ അവരുടെ ഉള്ളിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ ആന്തരികത നമ്മുടെ ഉള്ളിൽ വേണം. ഈശോ ഒരു ഉപമ പറഞ്ഞില്ലേ, വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി. വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി. ഒരുവൻ എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ മുഴുവനും കൂടി അങ്ങ് വാങ്ങി. മണ്ടൻ. നമ്മുടെ ബുദ്ധിയിൽ, മലയാളി ബുദ്ധിയിൽ മണ്ടൻ. ആ വയൽ നിധി കിടക്കുന്ന ആ 10 സെൻറ്റ് വാങ്ങിയാൽ പോരായിരുന്നോ? എന്തിനാ വയൽ മുഴുവൻ വാങ്ങിയത്? പൊട്ടൻ, ഒരു റിയൽ എസ്റ്റേറ്റ് സെൻസ് ഇല്ലാത്ത മനുഷ്യൻ. ഇന്നത്തെ മലയാളി ബുദ്ധിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ആ നിധി യേശുവാണ്, ആ വയൽ തിരുസഭയാണ്. തിരുസഭയാകുന്ന വയലിലാണ് ഈ നിധിയാകുന്ന യേശു ഉള്ളത്. തിരുസഭയെ മാറ്റി നിർത്തി യേശുവില്ല. യേശു ഉണ്ടെങ്കിൽ അവിടെ സഭയുണ്ട്, സഭയുണ്ടെങ്കിൽ യേശു ഉണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ദൈവരാജ്യത്തിൻ്റെ മനോഹര ദൃശ്യ പതിപ്പായ തിരുസഭ, ആ ഗാത്രത്തിൽ അവിടെ ഇവിടെയും കുറച്ച് പൊത്തും പോടും ഒക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായി പറയുന്നൊരു ഉപമ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോടിപ്പം പറയുന്നു. ഞാൻ കുറച്ച് സെമിനാരിക്കാരെ കൂട്ടിക്കൊണ്ടൊരു 33 വർഷം മുമ്പ്, അല്ല 31 വർഷം മുമ്പ് ഒരു വലിയ മലയിലേക്ക് പോയി. മലബാറിൽ ഒരു കാട്ടുപ്രദേശമാണ്. പക്ഷേ ആ കാട്ടിന് മുകളിൽ, മലയുടെ മുകളിൽ ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പകുതിയോളം നിലനിൽക്കുന്ന ഒരു പ്ലാവ്. 100 കണക്കിന് വരിക്കച്ചക്ക കായ്ക്കും. ചെറുതാണ് ചക്ക, പക്ഷെ നല്ല മധുരമുള്ള തേൻ വരിക്കച്ചക്ക. 80 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നു. ആകാശം മുട്ടി ഇങ്ങനെ വിരിഞ്ഞ് പന്തലിച്ചിരിക്കുന്ന ഈ പ്ലാവ്, അത് 2-3 പേര് ഇങ്ങനെ പിടിച്ചാലേ വട്ടത്തുള്ളൂ. ഞാൻ ഈ പിള്ളേരെ വിളിച്ച് ആ മലയുടെ മുകളിൽ കയറിയപ്പം ഒരു സെമിനാരിക്കാരൻ ആദ്യമായിട്ട് പറഞ്ഞ കമൻറ്റ്, അയ്യേ ഈ മരത്തിന് മുഴുവൻ പൊത്തും പോടുവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു. ഞാൻ ഈ 1.5 കിലോമീറ്റർ ഇവിടെ കയറ്റിക്കൊണ്ട് പോയത് അയ്യേ കേൾക്കാനല്ല, ഹാ ഹാ കേൾക്കാനായിരുന്നു. ഇത് ഹാ ഹായ്ക്ക് വരെ ഹീ ഹീ ആയിപ്പോയി. എനിക്ക് വല്ലാത്ത പ്രയാസം വന്നു. അപ്പം ഞാൻ ചോദിച്ചു, അതിനകത്ത് നീ അങ്ങനെ പറഞ്ഞത്? എന്തൊരു വൃത്തികേടാ ഇത് ഈ മരത്തിന്. മുകളിലേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്ന, വിളഞ്ഞു നിൽക്കുന്ന 100 കണക്കിന് ചക്ക കണ്ടില്ല. ഈ പൊത്തും പോടും എന്താണെന്നറിയോ? ഈ പ്ലാവ് ഉണ്ടായ നിമിഷം മുതൽ അതിനകത്തു നിന്ന് പുറത്തുനിന്ന് കൃമികീടങ്ങൾ കുത്തി 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 മുറിവേൽപ്പിച്ചതിൻ്റെ സ്മാരകങ്ങളാണതെല്ലാം. അതിനെ കൊല്ലാൻ വേണ്ടി കൃമികീടങ്ങൾ നോക്കി അകത്തുനിന്നും പുറത്തുനിന്നും അതിൻ്റെ വിത്തുമൊരു തുടങ്ങിയ പണി. അതിനൊക്കെ അതിജീവിച്ച് 80 വർഷങ്ങളായി ഈ പ്ലാവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. 100 കണക്കിന് മധുരമുള്ള തേൻവരിക്ക ചക്കപ്പഴങ്ങൾ നൽകിക്കൊണ്ടൊക്കെ നിൽക്കുക. ആ പഴങ്ങൾ കാണാതെ ഈ പാപത്തോടെ എതിരിട്ട് തോൽപ്പിച്ച സ്മാരകങ്ങളെ കണ്ടിട്ട് കുറ്റപ്പെടുത്തുന്നത് 2000 വർഷം പഴക്കമുള്ള സഭയിൽ അവിടെ ഇവിടെ ഉണ്ടായ പല പരാജയങ്ങളുടെയും ഓർമ്മകൾ ഉണർത്തിയിട്ട് അതിനെ വലുതാക്കി ആഘോഷിച്ചുകൊണ്ട് നമ്മൾ സഭയെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെയാണിത്. സഭയുടെ പല തെറ്റുകളും ആരുടെ തെറ്റാ? സഭയിലെ അംഗങ്ങളുടെ തെറ്റാ. നേതൃത്വത്തിൻ്റെയോ ശുശ്രൂഷകരുടെയോ അഭിഷിക്തരുടെയോ വിശ്വാസികളുടെയോ പാപങ്ങളാണ് സഭയിലെ ഈ പൊത്തും പോടുമൊക്കെ. അത് സഭയുടെ തെറ്റല്ല. സഭയുടെ ആന്തരികതയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതിനാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞത്. അപ്പം സഭയിൽ ഒരു വീഴ്ച പറ്റി, ഒരു വൈദികൻ പിഴച്ചു, ഒരു കന്യാസ്ത്രീക്ക് തെറ്റുപറ്റി, ഒരു മെത്രാന് തെറ്റുപറ്റി, മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വലിയ പ്രത്യാശയോടെ നോക്കുന്നവരാണ് അവർ, ഒരു സംശയമില്ല. പക്ഷേ അവരൊന്ന് വീഴുമ്പോൾ, അവരൊന്ന് തളരുമ്പോൾ, അവർക്ക് പരാജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണെന്നും കൂടി ആലോചിക്കണം. വീട്ടിലിത് ആഘോഷിക്കുമോ? നമ്മുടെ ജനിച്ചു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഈ ചീഞ്ഞ കഥകൾ വിവരിച്ച് അവരുടെ ദൈവവിളിയുടെ കൂമ്പടച്ച് കളയുമോ? നാളെ പുരോഹിതനാകാനുള്ള കുഞ്ഞ് ജനിച്ചു വന്നപ്പോൾ പിഴച്ചുപോയ വൈദികൻ്റെയോ കന്യാസ്ത്രീയുടെ ചരിത്രം പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വിഷം കയറ്റി കൊടുക്കണോ? നാളെ ഒരു കന്യാസ്ത്രീയെ മദർ തെരേസ ആകാനുള്ള കുഞ്ഞിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയ ഒരു കന്യാസ്ത്രീയുടെ കഥ പറഞ്ഞ് ആ കൊച്ചിൻ്റെ ഉള്ളിൽ വിഷം കയറ്റണോ? ഒരു സംഭവം കൂടെ പറയട്ടെ. അവിടെയുള്ള തമ്പുരാൻ്റെ വേദനയും കൂടെ ഇത് കാണാൻ വേണ്ടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരപ്പനും അമ്മയും കൂടെ ഒരു മുറിയിൽ ഇവിടെ ഇരുന്ന് ധ്യാനം കൂടുക. അവർ 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. സിസ്റ്റേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇപ്പം ടി വിയിലും പത്രത്തിലും കാണുന്ന കേസിൽപ്പെട്ട ഒരു അച്ഛൻ്റെ അപ്പനും അമ്മയാണ്.
അവർ 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് അച്ഛനൊന്ന് ഇടപെടണം. ഞാൻ അവരെ ഈ മുറിയിലേക്ക് വിളിപ്പിച്ചു, ഇതിൻ്റെ പുറകിലുള്ള മുറിയിലേക്ക്. 2 പേരും കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടി. 971 എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ 2004 എൻ്റെ ചാച്ചൻ മരിച്ചു. എനിക്ക് പ്രായമായവരെ കാണുമ്പോൾ എൻ്റെ ചാച്ചനെ അമ്മയെ ഓർമ്മ വരും. അവരോടുള്ള സ്നേഹം എനിക്ക് ആ സമയത്തുണ്ടാകും. മരിച്ച എൻ്റെ മാതാപിതാക്കളിലൂടെ എനിക്ക് കിട്ടിയ നന്മകൾ മുഴുവനും നിറച്ചു വെച്ചുകൊണ്ട് ഞാൻ ആ കാരണവന്മാരെ സ്നേഹിക്കാൻ നോക്കും. വൃദ്ധരോട് എനിക്ക് അത്രമാത്രം സ്നേഹം തോന്നാൻ കാരണം, ഈ ലോകത്തിൻ്റെ തിരക്ക് കൂടുമ്പോഴും ഈ സ്പീഡിൻ്റെ കൂടെ ഓടാൻ പറ്റാത്ത പാവപ്പെട്ട വൃദ്ധർ എന്ത് കഷ്ടപ്പാടാണ് അവർ സഹിക്കുന്നത്. പിള്ളേരൊക്കെയാണ് ജനിച്ചു വീഴുമ്പോഴേ അവർക്ക് ഹൈടെക് ആയിട്ടല്ല കഴിവുണ്ട്. പല കുഞ്ഞുങ്ങൾ നോക്കിക്കോ, എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര ഹൈടെക് പിള്ളേരാണെന്നറിയോ. അവർക്ക് മൊബൈൽ, കമ്പ്യൂട്ടറൊക്കെ എത്ര ചെറുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണന്മാർക്ക് അതുമെല്ലാം പറ്റുമോ? ഞങ്ങളുടെ ഒരു അച്ഛൻ, ഒരു വല്യച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഫോൺ അങ്ങോട്ട് അടിച്ച ഉടനെ ഹലോ 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 ഹലോ. ഞാൻ ചോദിച്ചു ഏത് കട്ടയിലും ഞെക്കിയ? എല്ലാ കട്ടയിലും ഞെക്കിയ ഒരിടത്തും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ കൊച്ചു കുട്ടികളാകട്ടെ, നമുക്കും കൂടി അറിയാത്ത അവർക്കറിയാം. എൻ്റെ സംശയം ഈ കുഞ്ഞുങ്ങളെല്ലാം ഗർഭപാത്രത്തിൽ വെച്ച് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞാൽ വരുന്നത് എൻ്റെ സംശയം ഇരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അവർ വിരൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നില്ലേ, എവിടെയാ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് എന്നാണ് ചോദിക്കുന്നത്. അത്ര ഹൈടെക് പിള്ളേരാണ്. അപ്പം ഈ ഹൈടെക് പിള്ളേരുടെ കൂടെ, യൂത്തിൻ്റെ കൂടെ, അത് ഏത് പിള്ളേർ? അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന പിള്ളേർ. അതെന്ത് ജീവിതമാണ്? അടിച്ച് പൊളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷിൽ പറയുന്നതാണ് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന പിള്ളേർ. ഈ അടിച്ച് പൊളിച്ച്, അടിപൊളി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, അടിസ്ഥാനം ഈശോ ആണ്. ഈശോ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അടിപൊളി എന്ന് പറയുന്നത്. അപ്പം അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ കൂടെ ഓടാൻ കാരണന്മാർക്ക് പറ്റില്ല. അപ്പം ഈ കാരണവരെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്. 2 പേര് പൊട്ടിക്കരയുക. അവരുടെ മകനെക്കുറിച്ച് പത്രക്കാരിങ്ങനെ പറയുന്നു, പോലീസുകാർ അങ്ങനെ വരുന്ന, മാധ്യമങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. 1 മാസം അയച്ചാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വസ്ത്രമൊക്കെ ലൂസായി, മെലിഞ്ഞുണങ്ങി, ചുമന്ന് കലങ്ങിയ കണ്ണുകൾ, ചങ്ക് പൊട്ടുന്നൊരു കാഴ്ച. ഞാൻ ചോദിക്കട്ടെ, ആ അപ്പൻ്റെ അമ്മയുടെയും മകന് കാല് വഴുതിപ്പോയി, കാലിടറിപ്പോയി, വഴുതെറ്റിപ്പോയി എന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ചങ്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ, ചങ്ക് പൊട്ടി ഒഴുകിയ ചോര കണ്ണിലൂടെ പുറത്തു വരുന്നുണ്ടെങ്കിൽ, ആ ചുടുകണ്ണീര് വീണ് എൻ്റെ നെഞ്ച് വല്ലാതെ വേദനിച്ചെങ്കിൽ, ആ വൈദികന് വിളി കൊടുത്ത തമ്പുരാൻ്റെ നൊമ്പരം എത്ര പേര് കണ്ടു? ആ വൈദികനെ വിളിച്ചു വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത തമ്പുരാൻ്റെ നൊമ്പരം ആരാ കണ്ടത്? അപ്പോ നമ്മൾ ഓരോ പ്രതികരണവും സഭയിൽ ചെയ്യുമ്പോൾ സഭയുടെ അടിസ്ഥാനമായി യേശുവിൻ്റെ നൊമ്പരം കൂടി കാണണം. മക്കളെ പൗരോഹിത്യത്തിലേക്ക് പറഞ്ഞുവിടാൻ മടി കാണിക്കുന്ന മാതാപിതാക്കൾ, പുരോഹിതരാകാനായിട്ട് മക്കളെ ജനിപ്പിക്കാൻ മടി കാണിക്കുന്ന മാതാപിതാക്കൾ, അവരെ വിശുദ്ധ കന്യാസ്ത്രീകളാക്കാൻ വേണ്ടി ജനിപ്പിച്ച് വളർത്താൻ തയ്യാറാകാത്ത മാതാപിതാക്കൾ, തമ്പുരാന്റെ പദ്ധതി തകർക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം തന്നെ ഒരു സഭയുടെ പതിപ്പായി മാറണം, ദൈവരാജ്യമായി മാറണം. അടുത്തത്, നമുക്ക് സഭയെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. സഭ ദൈവരാജ്യമാണ്. 3-ാമത്തേത് സ്വർഗരാജ്യമാണ്. ലോകരാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം. സ്വർഗരാജ്യം ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മുടെ ആത്മാവ് ദൈവവുമായി പുനരൈക്യപ്പെടുന്ന വേദിയാണ്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചയും ചേർന്ന് എനിക്ക് ശരീരം തന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് ആ ഏകകോശാവസ്ഥയിലുള്ള ആ സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ, അതിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ച് ഞാൻ എന്ന വ്യക്തിയെ സൃഷ്ടിച്ചു. അപ്പോൾ അപ്പനും അമ്മയും ശരീരത്തിന് രൂപം നൽകിയപ്പോൾ ദൈവം ആത്മാവിനെ അതിൽ നിക്ഷേപിച്ചു. ആത്മാവിനെ നിക്ഷേപിച്ചപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എത്ര കാലം ഈ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കണോ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 17:2, ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. സങ്കീർത്തനം 139:16, 139 സങ്കീർത്തനം 16-ാം വചനം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അപ്പൊ തമ്പുരാന്റെ ആയുസിന്റെ പുസ്തകത്തിൽ എൻ്റെ ആയുസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ദിവസം കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇപ്പൊ എനിക്ക് 56 വയസ്സായി. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കുന്നു. ഏതാണ്ട് 57.5 വർഷം മുമ്പ് ഈ ശരീരത്തിൽ നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കുന്നു.
അപ്പം എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ ചോർന്നു പോകുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ നിറവിലേക്ക്, പൂർണ്ണതയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. സഭാപ്രസംഗൻ 12:7. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്കും പോകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുക. എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകുന്നു. ഞാൻ ദൈവത്തിൻ്റെ പൂർണ്ണത ലയിക്കുന്നു. ആ ദൈവവും ഞാനും ഒന്നാകുന്നു. പക്ഷേ ഞാൻ ദൈവമാവില്ല. ഞാൻ ദൈവം സൃഷ്ടാവായിട്ട് നിൽക്കും. അതിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ്? ഒരാത്മാവ് ശരീരത്തിൽ വേർപെട്ട് കഴിയുമ്പോൾ ആ ആത്മാവ് ജൈവ ശരീരം ഒഴികെ ബാക്കി എല്ലാ പൂർണ്ണ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആത്മാവ് കടന്നു പോകുന്നത്. ബുദ്ധി, ഓർമ്മ, മനസ്സ്, അതുവരെ നേടിയതൊക്കെ ആത്മാവിലുണ്ടാവും. ഈ ആത്മാവ് ശരീരം വിട്ട് പൂർണ്ണ വ്യക്തിയായിട്ട് തന്നെയാണ്, എക്സെപ്റ്റ് ദ ബയോളജിക്കൽ ബോഡി, ജൈവ ശരീരം ഒഴികെ ബാക്കിയുള്ള പൂർണ്ണതയുള്ള വ്യക്തിയായിട്ടാണ് പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് കിടക്കുക. അതാണ് സ്വർഗരാജ്യം. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങളിലേക്ക് ഞാൻ ഈ അടിത്തറയിൽ നിന്ന് വരുന്നു. നമ്മുടെ ആത്മീയ ജീവിതമുണ്ട്, ശുശ്രൂഷ ജീവിതമുണ്ട്. ആത്മീയ ജീവിതം എന്താണ് സത്യത്തിൽ? ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ലോകരാജ്യത്തോട് പരിപൂർണമായി വിട പറഞ്ഞ് ദൈവരാജ്യത്തിൽ എത്തുക. ലോകരാജ്യത്തോട് പരിപൂർണമായി വിട പറഞ്ഞ് ദൈവരാജ്യത്തിൽ എത്തുക. 2, ദൈവരാജ്യത്തിൽ നിലനിന്ന് വളരുക. ദൈവരാജ്യത്തിൽ നിലനിന്ന് വളരുക. 3, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര നിരന്തരം തുടരുക. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓർമ്മ വെക്കുന്ന നാൾ മുതൽ, തിരിച്ചറിവാകുന്ന കാലം മുതൽ നമ്മൾ സ്വർഗം കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം. അപ്പോൾ സ്വർഗരാജ്യത്തിലുള്ള യാത്ര തുടരുക. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിൻ്റെ 3 മുഖങ്ങൾ: ലോകരാജ്യത്തോട് വിട പറഞ്ഞ് ദൈവരാജ്യത്തിലെത്തുക, ദൈവരാജ്യത്തിൽ നിലനിന്ന് വളരുക, സ്വർഗരാജ്യത്തിലുള്ള യാത്ര തുടരുക. ഇനി നമ്മുടെ ശുശ്രൂഷാ ജീവിതം എന്താണ്? ലോകരാജ്യത്തിൽ കിടക്കുന്നവരെ രക്ഷിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കുക. ശുശ്രൂഷാ ജീവിതത്തിന് ഒന്നാമത്തേത് ലോകരാജ്യത്തിൽ കിടക്കുന്നവരെ രക്ഷിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കുക. 2, ദൈവരാജ്യത്തിൽ എത്തിയവരെ അവിടെ നിലനിർത്തി വളർത്തുക. ദൈവരാജ്യത്തിൽ എത്തിയവരെ അവിടെ നിലനിർത്തി വളർത്തുക. 3, അവരെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഈ ലോക ജീവിതം വിജയപ്രദമായി പൂർത്തിയാക്കി സ്വർഗരാജ്യത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ നാം ഒറ്റയ്ക്ക് പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മൾ ദൈവരാജ്യത്തിൽ ചെയ്ത ശുശ്രൂഷയുടെ ഫലമായി നേടിയെടുക്കപ്പെട്ട ആത്മാക്കളെ കൈപിടിച്ചുകൊണ്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് നമ്മളുടെ ശുശ്രൂഷ വഴി രക്ഷിക്കപ്പെട്ടു പോയ ആത്മാക്കളുണ്ടല്ലോ, അവർ സ്വർഗ കവാടത്തങ്ങൾ നമ്മെ കാത്തിരിക്കും. വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, പത്രോസിനോട് ചേർന്ന് നമ്മുടെ പിന്നാലെ വരാനൊരു വലിയ ഗണമുണ്ടാകും. നമ്മുടെ കൂടെ പോകാനും കുറേ ആത്മാക്കൾ കാണും. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വിശ്വാസികളുടെയും അടിസ്ഥാനപരമായ കടമ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള ആത്മീയ ജീവിതം മാത്രമല്ല, സ്വർഗരാജ്യത്തിലേക്ക് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യണം. ദൈവരാജ്യത്തിന് ഒരിക്കലും നമ്മൾ കൈവിട്ടു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. തിരുസഭ അമ്മയെ മറന്നിട്ട്, തിരുസഭ അമ്മയെ കുറ്റം വിധിച്ചുകൊണ്ട്, പരദോഷം പറഞ്ഞുകൊണ്ട്, സഭയെ വിമർശിച്ചുകൊണ്ടല്ല നമ്മൾ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യേണ്ടത്. സഭയിലുള്ള സകല വിശുദ്ധാത്മാക്കൾ, അവർ സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട്, അവരോട് ചേരണം നമ്മൾ. അവിടെ ഇവിടെയും സഭയുടെ കോട്ടങ്ങൾക്ക് കാരണമാകുന്ന പ്രബോധനങ്ങൾ നൽകുന്ന, പ്രത്യേകിച്ച് മനഃശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ, തത്വശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ, പ്രത്യയശാസ്ത്രങ്ങളുടെ രൂപത്തിൽ, അങ്ങനെയുള്ള പ്രബോധനങ്ങളിലൂടെ, പ്രത്യയശാസ്ത്രങ്ങളിലൂടെ സഭയുടെ മുഖം വികൃതമാക്കുന്നവരുടെ മുഖത്ത് നോക്കിയിരുന്ന് തമ്പുരാൻ്റെ മുഖം കാണാതെ പോകരുത്. അപ്പോൾ ദൈവരാജ്യത്തിലായിരിക്കുന്നവർ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്: സഭയാണ് ഈ ദൈവരാജ്യം. ആ സഭയുടെ
ദൈവരാജ്യത്തിൻ്റെ ആന്തരികതയാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെ ലോകരാജ്യത്തോട് വിട പറഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിലനിന്ന് വളരുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിന് അടുക്കലടുക്കൽ ധ്യാനിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ വന്നിരുന്ന പലർക്കും ദൈവരാജ്യത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല? എന്നോട് പലരും പറഞ്ഞു, ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലോകരാജ്യത്തിലേക്ക് വീണു പോവുക, പെട്ടെന്ന് ലോകരാജ്യത്തിലേക്ക് വീണു പോവുക. അതിനുള്ള കാരണം ലോകരാജ്യത്തോട് വിട പറഞ്ഞ് ദൈവരാജ്യത്തിൽ വന്നവരുടെ ഉള്ളിൽ ലോകരാജ്യം എവിടെയോ ഒളിഞ്ഞ് മറഞ്ഞ് കിടപ്പുണ്ട്. ദൈവരാജ്യത്തിൽ വന്നവരുടെ ഉള്ളിലുള്ള ലോകരാജ്യമാണ് ദൈവരാജ്യത്തിന് പുറത്തുള്ള ലോകരാജ്യത്തെക്കാൾ അപകടം പിടിച്ചത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് അകത്ത് വന്നവരുടെ ഉള്ളിൽ മറഞ്ഞൊളിഞ്ഞു കിടക്കുന്ന ലോകരാജ്യമാണ് ദൈവരാജ്യത്തിന്റെ പുറത്തുള്ള ലോകരാജ്യത്തെക്കാൾ അപകടം പിടിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു ആത്മശോധന ചെയ്യണം. എൻ്റെ ഉള്ളിൽ ലോകരാജ്യം മറഞ്ഞൊളിഞ്ഞു കിടപ്പുണ്ടോ? അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എത്ര എളുപ്പത്തിലാണ് പാപത്തിൽ വീഴുന്നത്. പാപത്തിൽ വീഴാൻ 1 പോയിന്റ് മതിയെങ്കിൽ പുണ്യം ചെയ്യാൻ 100 പോയിന്റ് വേണം. അതെന്താ അച്ഛാ അങ്ങനെ? ഈശോ പറഞ്ഞു, ദൈവരാജ്യം ബലവശ്യമാണ്, ബലവാന്മാർ അത് കൈവശപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ക്ലാസ് സാധാരണഗതി ഞാൻ ക്ലാസ് എന്തെല്ലാം ഒരുങ്ങിയാലും ആ ഒരുങ്ങുന്നവരൊന്നും അല്ല, അവിടെ വരും തമ്പുരാൻ വേറെ തരുള്ളൂ. പക്ഷെ ഒരുങ്ങാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ, ഒരുങ്ങിയില്ല തല്ലുകൊള്ളും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ ഒരുങ്ങും. അപ്പോൾ ഒരുങ്ങിയപ്പോൾ ഞാൻ ഈ ആത്മീയതയുടെ അടിസ്ഥാനം എന്താണ്, നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്തെന്ന് ഞാൻ ആദ്യം എന്നോട് തന്നെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആത്മീയത. ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്താണ്? ആത്മീയത. ഇനി ആത്മീയതയുടെ അടിസ്ഥാനം എന്താണ്? ഞാൻ എഴുതിയ പോയിന്റ്സ് ഓരോന്ന് പറയാം. 1, പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം. പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം. ഇനി അതിൻ്റെ ശേഷം എഴുതിക്കോ, ദൈവസ്നേഹാനുഭവം. ദൈവസ്നേഹാനുഭവം കിട്ടിയ വ്യക്തിക്ക് മറ്റുള്ളവരെ ആ സ്നേഹത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. 3, വിശ്വാസം. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന വിശ്വാസം തന്നെയാണ്. അത് എന്ത് വിശ്വാസമാണ്? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ, 2 രാജാക്കന്മാർ 18, 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയ രാജാവിനെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു. ഹെസക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവൻ കർത്താവിനെ അനുഗമിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു. അതിനാൽ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെ എല്ലാം വിജയിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവൻ കർത്താവിൽ വിശ്വസിച്ചു. എന്ത് വിശ്വാസം? സത്യവിശ്വാസം, അടിയുറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം. ട്രൂ ഫെയ്ത്ത്, സ്ട്രോങ് ഫെയ്ത്ത്, അൺഅഡൾട്രേറ്റഡ് ഫെയ്ത്ത്. സത്യവിശ്വാസം, അടിയുറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ നിന്ന് വിശ്വസ്തതയിലേക്ക് വരും. വിശ്വസ്തയുടെ പ്രത്യേകത എന്താ? ഞാൻ പറയാം. ദൈവത്തോടുള്ള വിശ്വസ്തത, എന്നോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, കടമകളോട്, ജോലിയോട്, കരിയറിനോട്, പ്രൊഫഷനോടുള്ള വിശ്വസ്തത. അപ്പോൾ ഈ 2 പോയിന്റ് കഴിഞ്ഞ് 3-ാമത്തേത്, അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. ഇതാണ് ആത്മീയതയുടെ അടിസ്ഥാനത്തിന് ഒരു കാര്യം. കർത്താവിനോട് ഒട്ടി നിൽക്കുക. അതാണ് യോഹന്നാൻ 15-ൽ ഈശോ മുന്തിരിച്ചെടി ശാഖകൾ തമ്മിൽ വിവരിച്ചത്. തായ്തണ്ടിനോട് ശാഖകൾ ഒട്ടി നിൽക്കുക. ഒരു പ്ലാവിൽ ചക്ക കായ്ക്കുന്ന ബ്രാഞ്ച് അവൻ്റെ ശക്തി കൊണ്ട് ചക്ക കായ്ക്കല്ല. ആ തായ് മരത്തോട് അവൻ ചേർന്ന് നിന്ന് മണ്ണിൽ നിന്ന് തായ് മരം വലിച്ചു കൊടുക്കുന്ന ആ ജൈവകങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമേ അവന് ചക്ക വിളയിക്കാൻ ആ ശിഖരത്തിന് പറ്റൂ. മാത്രമല്ല, ആ ശിഖരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഇലകൾ അവ സൂര്യപ്രകാശ സംശ്ലേഷണം നടത്തി
ഈ ചക്ക ഇവിടെ വിരിഞ്ഞു വരാനുള്ള ആരോഗ്യം ഈ ശിഖരത്തിന് കൊടുക്കുന്ന ഇലകളാണ്. ആ ഇലകളെ മറക്കരുത്, ഈ തായ്തണ്ടിനെ മറക്കരുത്, തായ്തണ്ടിൻ്റെ അടിയിലുള്ള വേര് മറക്കരുത്, മണ്ണിനെ മറക്കരുത്, മണ്ണിലെ പോഷകങ്ങളെ മറക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലൊരു ഒട്ടി നിൽക്കൽ നമുക്ക് വേണം. ഞാൻ തിരിച്ചു വരട്ടെ പ്രിയപ്പെട്ടവരെ. വിശ്വാസം. അടുത്തത് വിശുദ്ധി. വിശുദ്ധി ഇത് 1, 2, 3 പ്രധാനപ്പെട്ട അനുസരിച്ച് എഴുതിയതല്ല, പെട്ടെന്ന് മനസ്സിൽ വന്ന് കുറിച്ച് പോയപ്പോൾ എഴുതിയതാണ് വിശുദ്ധി. അടുത്തത് വചനാനുഭവം. വചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക, ഹൃദയസ്ഥമാക്കുക. അതിൻ്റെ കൂടെ വചനം ഹൃദയസ്ഥമാക്കലും മനപാഠമാക്കലും രണ്ടാണ്. മനപാഠമാക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത് കയറ്റിയതാണ് മനപാഠമായത്. പക്ഷേ ഹൃദയസ്ഥം, ഇംഗ്ലീഷ് ഇത് ഒന്നാ പറയുക, ബൈഹാർട്ടി എന്ന് പറയും. ഹൃദയസ്ഥമാക്കി എന്ന് പറയും എൻ്റെ ആത്മാവിൻ്റെ അംശമാക്കി മാറ്റി. ആ വചനം ഞാൻ ഭക്ഷിച്ചു, അതെൻ്റെ ആത്മാംശമായി, അത് പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു, ആ വചനത്തിന് ജീവൻ ഉൾക്കൊണ്ടു, അതാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ വചനാനുഭവം. അടുത്തത് കൂദാശ ജീവിതം. കൂദാശ ജീവിതം. അടുത്തത് തിരുസഭയോടും കുടുംബത്തോടുമുള്ള വിശ്വസ്തത. അത് അൽമായരെ സംബന്ധിച്ച് തിരുസഭയോടും കുടുംബത്തോടും, സന്യസ്തർ സന്യാസ സഭയോട്, പുരോഹിതർ പൗരോഹിത്യത്തോടുള്ള വിശ്വസ്തത. അടുത്തത് ആത്മാക്കളുടെ വില അറിഞ്ഞുള്ള ജീവിതം. ആത്മാക്കളുടെ വില അറിയണം, ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുത്. അടുത്തത് പരസ്നേഹ ശുശ്രൂഷകൾ, കാരുണ്യപ്രവൃത്തികൾ. ഫൈനലായിട്ട് അറിയേണ്ടത് ദൈവരാജ്യം, തിരുസഭ കെട്ടിപ്പടുക്കാൻ അതിൽ പങ്കാളികളാകുക. എങ്കിലേ നമുക്ക് ലോകരാജ്യത്തിൻ്റെ വലിയ ആകർഷണങ്ങളെ അതിജീവിക്കാനുള്ള കൃപ കിട്ടുള്ളൂ. ഹല്ലേലൂയ.